270 2,70,000 പോള കൊടുക്കും. എന്തെങ്കിലും റേറ്റ് അഡ്ജസ്റ്റ് ആയി കൊടുക്കാം. കുറച്ചും കൊടുക്കാം. നമ്മൾ ചോദിക്കുന്നത് 5,10,000 5,10,000 ആ തെർച്ചുകൊണ്ട് കൊടുക്കുവോ? നമുക്ക് ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. കൊടുക്കാം. പ്രൊഫൈൽ അതിന് മാക്സിമം ചെയ്തെടുക്കാം. ഫുൾ ഓൺ ആണ്, പൈസ മുടക്കുമാണല്ലേ? നമ്മൾ ചോദിക്കണ്ടേ? ചോദിക്കുന്നത് 4,10,000 4,10,000 ചോദിക്കൊണ്ട് കുറച്ച് കൊടുക്കും. ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ഓൺ ആണ്, പൈസ മുടക്കണ്ട. എത്രയാണ് ഈ മൊബൈലിയ 7 സീറ്റ് നമ്മൾ 4,20 ചോദിക്കുന്നത്. ആസ്കിംഗ് പ്രൈസ് ആണ്. ഇതിലേക്ക് കുറച്ച് കൊടുക്കാം. 4,20 ചോദിക്കണേ കുറച്ച് കൊടുക്കും. കുറച്ച് കൊടുക്കാം. നമുക്ക് ഒരു 3-3.5 വരെ ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ട്. 3 ലക്ഷം ലോൺ കയറും. ഒരു 3,20 കൊടുക്കാം. 3,20,000 ടിയാക്ക് കൊടുക്കാം. ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ഓൺ ആണ്, പൈസ ചെറിയ രീതിക്ക് നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കാം. കുറച്ചും കൊടുക്കും. കുറച്ച് കൊടുക്കാം. നമുക്ക് 2,80 കൊടുക്കാം. 2,80,000 ഐറ്റം ഗ്രാൻഡ് ആശ കൊടുക്കും. ഫുൾ ഓപ്ഷൻ വണ്ടില്ലേ? 3 ഓണർഷിപ്പ് ആണ്. 130 കിലോമീറ്റർ ആണ്. നിലവിൽ ഓടിക്കുന്നുണ്ട്. എത്ര ആയിക്കൊണ്ടാണ്? 130 കിലോമീറ്റർ. കണ്ടമാനം പുതിയ സ്റ്റോക്ക്, ചെറുവണ്ടികളും വലിയ വണ്ടികളും 7 സീറ്റ് പുതിയ സ്റ്റോക്ക് പുതിയ ഫുൾ വണ്ടി കയറിയാണ്. ഇഷ്ടംപോലെ കയറണല്ലേ? ആവശ്യക്കാർ വന്ന ഏത് വണ്ടി നമ്മൾ കൊടുക്കാം. എത്ര മുതൽ വണ്ടികൾ സ്റ്റാർട്ടിംഗ്? മാരുതിയൊക്കെ 45 മുതലൊക്കെ സ്റ്റാർട്ടിംഗ് ഉണ്ട്. വാഗണറിന്റെ 60 രൂപ വാഗണറുകളുണ്ട്. 60,000 വാഗണർ 40-45,000 മുതലാണ് മാരുതികൾ സ്റ്റാർട്ടിംഗ്. 7 സീറ്റ് ആണെങ്കിലോ? 7 സീറ്റ് നമ്മുടെ അടുത്ത് സ്കോർപിയോ, ബൊലേറോ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ പറഞ്ഞുണ്ട്. സ്കോർപിയോ ധാരാളമൊക്കെ ഉണ്ട്. ഫോർച്യൂണർ, ഇന്നോവ, XUV അങ്ങനത്തെ ഐറ്റംസ്, മൊബൈൽ അങ്ങനത്തെ ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാം ഉണ്ടല്ലോ. ചെറിയ വില കണ്ടമാനം ചെറുവണ്ടികളും വലിയ വണ്ടികളും എല്ലാം ഓഫർ വില കൊടുക്കാൻ പറ്റും. കണ്ടമാനം വണ്ടികളാണ്. ഫസ്റ്റ് പാർട്ട് നമ്മൾ ചെറുവണ്ടിയൊക്കെ മിക്സ് ആക്കി കൊടുക്കാമല്ലോ. അതെ. ഞങ്ങൾ ലൊക്കേഷൻ പറ്റുന്നതാണ്. ലൊക്കേഷൻ പിന്നെ മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിയാണ് വരുന്നത്. കൊണ്ടോട്ടി കരിപ്പൂർ പോലീസ് സ്റ്റേഷൻ അടുത്തത് തറയിട്ടാല്. നമ്മൾ വാട്സപ്പ് ഒരു ഹായ് ഇട്ടാൽ 2 ലിങ്ക് കിട്ടും. ഫസ്റ്റ് ലിങ്കിൽ മൊത്തം കാറ്റലോഗ് കിട്ടും. സെക്കൻഡ് ലിങ്കിൽ ലൊക്കേഷൻ കിട്ടും. അങ്ങനെയാണ് വരുന്നില്ലേ? അപ്പൊ ആവശ്യക്കാരെ വിളിച്ചിട്ട് എടുക്കണില്ലെങ്കിൽ നേരെ മേജർ ആക്സിഡന്റ് ഫ്ലഡും ഗ്യാരണ്ടി ആണ്. നിങ്ങൾക്ക് വിശ്വാസപ്പെട്ട ആളെ കൊണ്ടുവന്ന് മാക്സിമം നോക്കി ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി. അതാ നമ്മളെ ഗ്യാരണ്ടി. ആവശ്യക്കാർ പറ്റല്ലേ? ഏത് വണ്ടിയാണെങ്കിൽ നോക്കി വർഷം കൊണ്ടുപോകാൻ ചെക്ക് ഒക്കെ ചെയ്യാം. അപ്പൊ നമുക്ക് ഓരോന്നോരം നിങ്ങളെ പരിചയപ്പെട്ടാലോ? അല്ല മുസഫറോ, ചെറിയ വിലക്ക് കണ്ടമാനം ചെറുവണ്ടികൾ പുതിയ സ്റ്റോക്ക് ആയിരിക്കും അല്ലേ? ചെറുതും വലുതും ഫുൾ ഓൺ കൊടുക്കാം. പൈസ മുടക്കാതെ ഇറക്കാം, അല്ലെ ചെറിയ മുടക്കിലും ഇറക്കാം. അതെ. അപ്പൊ ആദ്യത്തെ ന്യൂ ഷേപ്പ് വാഗണറാണ്. ഫുൾ ഓൺ കൊടുക്കാൻ പറ്റും. ഫുൾ ഓൺ ചെയ്യാട്ടോ. എങ്ങനെ മോഡലുണ്ട്? 2022 മോഡലാണ്. 22 മോഡല് KL65 ആണല്ലേ? ZXi. എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. 1.2 ലിറ്റർ ആണ്. നല്ല പെർഫോമൻസ് ഉള്ള വണ്ടിയാണ്. എല്ലാം കൊണ്ട് ഷെയറും പവറുള്ള വണ്ടി അല്ലേ? വണ്ടിയാണ്. എത്ര ഓടികളാല്? ഇത് കിലോമീറ്റർ 96,000 കിലോമീറ്റർ. 96,000 കിലോമീറ്റർ നിലവിൽ ഓടിക്കണം. ഫുൾ സർവീസ് ഉള്ള വണ്ടിയാണ്. ഫുൾ സ്റ്റെറുള്ള വണ്ടിയാണ്. ഓ, അടിപൊളി സീറ്റ് കാര്യങ്ങള്, ഇന്റീരിയർ ഒക്കെ ഉഷാറാണല്ലേ? മെക്കാനിക്കൽ ബേസ് പക്ക അടിപൊളിയാണ്. വേറെ വർക്കാർ ഒന്നും ചെയ്യേണ്ട ആവശ്യം. ഒരു പണി എടുക്കണ്ട. ആൾക്കാർക്ക് വന്നാ അതിലെ ZXi ആണ് കേട്ടോ. ZXi ആണ്. ഫുൾ ഓപ്ഷൻ ആണ്. പിന്നെ പോരാത്തിന് പൈസയും മുടക്കണ്ട. ടയറും കാര്യമൊക്കെ ഏകദേശം ഫുള്ളാണ്. എല്ലാം കൊണ്ട് ഉഷാറല്ലേ? സിംഗിൾ ഓണർഷിപ്പ് കേട്ടോ. സിംഗിൾ ഓണർഷിപ്പ് ഉള്ളൂ. ഓ, റീപ്ലേസ് റീപ്ലേസ് ബോണ്ട് മാറിയാണ്. കമ്പനി റീപ്ലേസ് ആണ്. അപ്രോണ് കാര്യങ്ങൾ ചെയ്സ് ഒന്നുമില്ല. ഒരു പരിപാടിയില്ല. ബോണ്ടിന്റെ മാത്രം റീപ്ലേസ് ഉള്ളൂ. കമ്പനിന്ന് മാറിയത്. കമ്പനി റീപ്ലേസ് ആണ്. എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ? നമ്മൾ ചോദിക്കുന്നത് 5,10,000 ആണ്. 2,10,000 ആ തെർച്ചുകൊണ്ട് കൊടുക്കുവോ? നമുക്ക് ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. കൊടുക്കാം. പ്രൊഫൈൽ അതിന് മാക്സിമം ചെയ്തെടുക്കാം. ഫുൾ ഓൺ ആണ്, പൈസ മുടക്കുമാണല്ലേ? എത്ര മൈലേജ് കിട്ടും പെട്രോൾ? കമ്പനി 24 വരെയുണ്ട്. ഒരു 18-19 മൈലേജ് കിട്ടും. ധൈര്യമായിട്ട് പറഞ്ഞു ചെയ്യാം. അതേമാർക്ക് തന്നെ വോക്സ് വാഗന്റെ വെന്റ് ആണത്. ഇത് പോളോ. പോളനാണല്ലേ? 2013 മോഡലാണ്. 13 മോഡല് സിൽവർ കളർ അല്ലേ? അതെ. കംഫർട്ട് ലൈൻ ആണ് വരുന്നത്. കംഫർട്ട് ലൈൻ ആണ്. ഡീസൽ കേട്ടോ. ഡീസലാണ്. 36-329 പൂജ മമ്മൂട്ടി നമ്പർ ആയില്ലേ? അതാ 20 കിലോമീറ്റർ മൈലേജ് കേട്ടോ. ഡീസലിന് മൈലേജ് കിട്ടില്ല. എത്ര ഓടിക്കണേ? കിലോമീറ്റർ 1.30. 1.35. 1.30. 1.30. 4 ഓണർഷിപ്പ് ആണ്. 4ാമത്തെ ഓണർഷിപ്പ് ആണല്ലേ? അത്യാവശ്യം വൃത്തിലുണ്ട് അല്ലേ? ഇതുമ്പോ റീപ്ലേസ് ഉണ്ടെന്നാല്? ഇല്ല, മേജർ ഒന്നുമില്ല കേട്ടോ. അങ്ങനത്തെ മാഞ്ഞാളങ്ങൾ ഒരു പരിപാടി ഇല്ല. ധൈര്യമായിട്ട് പറഞ്ഞിട്ട് കൊടുക്കുക. ആൾക്കാരെ വന്നോട്ടല്ലേ? അതെ. അങ്ങനൊക്കെ ആണെങ്കിൽ എത്രയാണ് ഈ പോളൊക്കെ നമ്മൾ ചോദിക്കുന്നത്? 270 ആണ്. 2,70,000 പോള കൊടുക്കും. എന്തെങ്കിലും റേറ്റ് അഡ്ജസ്റ്റ് ആയി കൊടുക്കാം. കുറച്ചും കൊടുക്കാം. അതെ. ലോൺ പരിപാടി നടക്കുമോ? ലോൺ കിട്ടാൻ പ്രയാസമാണ്. മലപ്പുറം ജില്ലക്ക് 1 ലക്ഷം നോക്കാം. സീറ്റ് ലോൺ നമുക്ക് ചെയ്ത് കൊടുക്കാമല്ലേ? ആൾക്കാർ പറ്റല്ലേ? 20 വില എന്തായാലും മൈലേജും കിട്ടും. അതേമാർക്ക് വീണ്ടും ഒരു വെന്റോ അല്ലേ? ഇത് ആമിയോ ആണ്. 2019 12 മാസം വണ്ടി കേട്ടോ. 19 12 മാസം വണ്ടി. വണ്ടി. അതെ. 20 പക്കത്ത് കിടക്കൂല. ഡീസലാണ്. കംഫർട്ട് ലൈൻ.
ആ കംഫർട്ട് ലൈൻ ആണ്. തിരുവനന്തപുരം രജിസ്ട്രേഷൻ ഉണ്ട് അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് ആട്ടോ. സിംഗിൾ ഓണർഷിപ്പാ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. 88 ഓടിയിട്ടുള്ളൂ. 88,000 ഓടിയിട്ടുള്ളൂ അല്ലേ? സർവീസ് ഒക്കെ പ്രോപ്പർ ഉള്ള വണ്ടിയാണ്. ഹിസ്റ്ററി കാര്യങ്ങള് ഒക്കെ എല്ലാം പക്കാക്കല്ലേ? നിങ്ങളെ പേരും കൂടി മാറിയില്ല അല്ലേ? അതാണ്. റീപ്ലേസ് ചെയ്യലോ? ഒന്നുമില്ല, മെക്കാനിക്കൽ പക്ക ഒരു പരിപാടി ഇല്ലല്ലേ? മൈലേജ് 20 മേലെ മൈലേജ് കിട്ടുന്നുണ്ട് കേട്ടോ. ഡീസലിന് മൈലേജും കിട്ടും. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 4 സിലിണ്ടർ ആണ്. 4 സിലിണ്ടർ ആണ് അല്ലേ? നല്ല പവർ ഉണ്ടാവും അല്ലേ? ചവിട്ടി പഠിച്ച് ഇങ്ങനെ പോകലേ? അതാണ്. ടയറ് കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാത്ത ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. റീപ്ലേസ് ചെയ്യല്ലേ? മേജർ ഒന്നുമില്ല. എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ? ചോദിക്കണ്ടേ 4,10,000 ആണ്. 4,10 ചോദിക്കുന്നുണ്ട്. കുറച്ച് കൊടുക്കും. ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ഓൺ ആണ്, പൈസ മുടക്കണ്ട. അതാണ് ആൾക്കാർ പറ്റല്ലേ? പ്രൊഫൈൽ എന്നാണ് മാക്സിമം ലോൺ ചെയ്തെടുക്കൂലേ? എന്നാ അതേമാതിരി നിസാന്റെ മൈക്ര ആണല്ലോ. 2015 മോഡല് മൈക്ര XL ഡീസൽ. XL ആണ് ഓപ്ഷൻ. എന്റെ ഡീസൽ വണ്ടിയാണ്. മലപ്പുറം വണ്ടിയാ? രജിസ്റ്റേർഡ് നമ്പറായ വണ്ടിയാണ് അല്ലേ? അതും വെള്ള കളറാണ് അല്ലേ? വൃത്തിലുണ്ട് അല്ലേ? അല്ല വണ്ടി വൃത്തിലുണ്ട്. എത്ര ഓടിക്കണെന്നാല്? കിലോമീറ്റർ 1,10,000 നിലവിൽ ഓടിക്കുന്നുണ്ട്. ഡിക്കി സ്പോയിലർ കാര്യങ്ങള് എല്ലാ ഫീച്ചേഴ്സും ഉള്ള വണ്ടി. ഓണർഷിപ്പ് 5 ആണ്. 5-ാം നിലയിലുള്ള റീപ്ലേസ് ഉണ്ടോ? ഇല്ല, മേജർ ഒന്നുമില്ല കേട്ടോ. ഒരു പരിപാടി ഇല്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കല്ലേ? എടുക്കുന്നതിന് പണിയില്ല. ചെറിയ വിലക്ക് നല്ല അടിപൊളി മൈക്രോ ഉണ്ടാകാം. ഡീസലും മൈലേജിലുണ്ട്. എന്നാ അങ്ങനൊക്കെ ആണെങ്കിൽ എത്രയാണ് ഈ മൈക്രോ നമ്മൾ ചോദിക്കുന്നത്? 2,40,000 ആണ്. 2,40 ആണ്. XL ഓപ്ഷന്റെ മൈക്രോ നമ്മൾ ചോദിക്കുന്നുണ്ട്. 0 ഡൗൺ പേയ്മെന്റ് ഇറക്കി കൊടുക്കാം. ഫുൾ ഓൺ ആണ്. പൈസ മുടക്കണ്ട. പൈസ ആണ്. ഓ എല്ലാം ഫുൾ ഓൺ അല്ലേ? പ്രൊഫൈൽ അവിടെ നന്നാണല്ലേ? അതാണ് പറയുന്നത്. അതേമാതിരി തന്നെ ടാറ്റിന്റെ ടിയാഗോ ആണല്ലേ? 2019 മോഡൽ ടിയാഗോ. 19 10 മാസം വണ്ടിയാണ്. 19 10 മാസം വണ്ടി ടിയാഗോണി കിടക്കണ്ടല്ലേ? ഇതും ഫുൾ ഓൺ ചെയ്യാൻ പറ്റും വണ്ടി കേട്ടോ. ഫുൾ ഓൺ. ഫുൾ ഓൺ. പൈസ മുടക്കും വേണ്ടല്ലേ? XC ആണ് ഓപ്ഷൻ വരുന്നത്. 3ാമത്തെ ഓണർഷിപ്പ് ആണ് നിലവിലുള്ളത് കേട്ടോ. നിലവിലുള്ളല്ലേ? ഇത് ഓട്ടം പറയാൻ 1,40 ആണ് ഓടിയിട്ടുള്ളത്. നിലവിൽ ഓടിക്കണ്ടല്ലേ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. മെക്കാനിക്കൽ പക്ക പെർഫെക്റ്റ് ആണ്. എല്ലാം കൊണ്ട് ഉഷാറല്ലേ? കമ്പനി സർവീസ് കാര്യങ്ങള് ഒക്കെ ഉള്ളതുണ്ട്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ളതുണ്ടല്ലേ? പുതിയ ഇൻഷുറൻസ് ആണ്. ഇൻഷൂർ ഫസ്റ്റ് ക്ലാസ്സോ? തേർഡ് പാർട്ട്. തേർഡ് പാർട്ട് പുതിയതാണല്ലേ? ഓക്കെ. ഇത് നമുക്കൊരു 3,20 കൊടുക്കാം. 3,20,000 ടിയാഗോ കൊടുക്കാം. ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ഓൺ ആണ്. ചെറിയ രീതിക്ക് നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കാം. കുറച്ചും കൊടുക്കും. കുറച്ചും കൊടുക്കും. ഫുൾ ഓൺ ആണ്. പൈസ മുടക്കും വേണ്ട. അല്ലെങ്കിൽ 10,000 മുടക്കിലാണ് അങ്ങനെ ഇറക്കാം. ഇത് 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ടല്ലേ? എത്ര പെട്രോൾ മൈലേജ് ഇട്ടാ? ഡീസലാണ്. 27 കമ്പനി മൈലേജ് അറിയുന്നുണ്ട്. എന്തായാലും മൈലേജ് കിട്ടും. 20 മേലെ എന്തായാലും മൈലേജ്. ഓ അത്ര കാര്യം പറഞ്ഞു കൊടുക്കല്ലേ? ആൾക്കാരെ പറ്റല്ലേ? അതാണ്. അതേമാതിരി തന്നെ ഹോണ്ടന്റെ മൊബൈൽ 2014 മോഡല് ഡീസൽ വണ്ടിയാണ്. ഡീസൽ വണ്ടി മൊബൈൽ ആണ്. 7 സീറ്റ് ഉണ്ട്. മൈലേജ് ഉള്ള 7 സീറ്റർ ആണ്. പെരും മൈലേജ് ഉള്ള ഹോണ്ടന്റെ വണ്ടി. നല്ല നമ്പർ 2277 നമ്പർ. 2277 ആണ് നമ്പർ. KL 65 അല്ലേ? ഇത് ഒറിജിനൽ കേരള വണ്ടിയാ? ഒറിജിനൽ കേരള വണ്ടി. കേരള വണ്ടി അല്ലേ? വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? ഫുൾ ബ്ലാക്ക് ആണല്ലേ? 2 ഓണർഷിപ്പ് ആണ്. 2 അത്ര ആയിട്ടുള്ളൂ. 97,000 കിലോമീറ്റർ കേട്ടോ. നിലവിൽ ഓടിക്കണ്ടല്ലേ? AC പവർ സ്റ്റാറിംഗ്, 4 ഡോർ വിൻഡോ കാര്യങ്ങള്, അടിപൊളി സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം കൊണ്ട് ഷെയറല്ലേ? ആൾക്കാർ വന്നാ അതിലേ ഒരു പേടിയും പേടിച്ചണ്ട. 7 സീറ്റ് ആണ്. ഒരു ചെറിയ ഫാമിലിക്ക് ചെറിയ വില കൊടുക്കാൻ പറ്റില്ലേ? അങ്ങനൊക്കെ ആണെങ്കിൽ എത്രയാണ് ഈ മൊബൈലിയ 7 സീറ്റ് നമ്മൾ 420 ആണ് ചോദിക്കുന്നത്. ആസ്കിംഗ് പ്രൈസ് ആണ്. ഇതിലെ കുറച്ച് കൊടുക്കാം. 420 ചോദിക്കണേ കുറച്ച് കൊടുക്കും. കുറച്ച് കൊടുക്കാം. ഒരു 3-3.5 വരെ ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ട്. 3 ലക്ഷം ലോൺ കയറും. എന്തായാലും 15,000 മുടക്കില് 7 സീറ്റ് മൊബൈൽ നമുക്ക് കൊടുക്കല്ലേ? അതും ഫാൻസി നമ്പറാണ്. KL 65 ആണല്ലേ? അടുത്ത വണ്ടി ഫിയറ്റിന്റെ പൂണ്ടാണത്. പൂണ്ടോ പെട്രോൾ പൂണ്ട് കേട്ടോ. പെട്രോൾ പൂണ്ടാണ്. അതേപോലെ ഫുൾ ബ്ലാക്ക് വണ്ടിയാണല്ലേ? നല്ല നമ്പറാണ് വരുന്നത്. ഫാൻസി നമ്പർ ആണ്. ഫാൻസി നമ്പർ KL 5808 നമ്പർ ആയിട്ടില്ല. നിലവിൽ ബ്ലാക്ക് സെക്കൻഡ് ഓണർഷിപ്പ്. 1 ലക്ഷം കിലോമീറ്റർ ഓടിച്ചുള്ളത്. ഓടിക്കണ്ടല്ലേ? അടിപൊളി ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? 1 ലക്ഷം ഓടിക്കണ്ടല്ലേ? സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. ഇന്ന് റീപ്ലേസ് ഉണ്ടോ? മേജർ ഒന്നുമില്ല. 2016 മോഡൽ കേട്ടോ. 16 മോഡലാണ്. റീപ്ലേസ് കാര്യങ്ങൾ മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ല. പറഞ്ഞു 15 കിലോമീറ്റർ മൈലേജ് പ്രതീക്ഷിക്കാം. പെട്രോൾ കിട്ടും. പെട്രോള് നല്ല ചൊറുക്കില് പോകലേ? അതാണ് ഒരു വെറൈറ്റി വണ്ടി അല്ലേ? നമുക്കൊരു 170 കൊടുക്കാം കേട്ടോ.
1,70,000 ഫിയറ്റിന്റെ പൂണ്ടാണ് കൊടുക്കാല്ലേ. കൊടുക്കാം. ഇനിയിപ്പോ ആൾക്കാർ വരികയാണെങ്കിൽ കുറച്ചും കൊടുക്കാം. ലോണൊന്നും അല്ലല്ലോ, കിട്ടാൻ പ്രയാസമാണ്. റെഡി കായ്ക്ക് വണ്ടി ഇറക്കാം. എന്നാലും ഒരു 10-15 ലെവലിലെ മൈലേജും കിട്ടും. ഫാൻസി നമ്പറിലെ പൂണ്ടല്ലേ. അതാണ്. അതേമാതിരി വീണ്ടും ബ്ലാക്ക് എഡിഷൻ i10 2014 മോഡല് ഗ്രാൻഡ് i10 ആസ്റ്റ ടോപ്പ് ഡീസൽ 24 കിലോമീറ്റർ മൈലേജ് വണ്ടി കേട്ടോ. ഓ ഫുൾ ഓൺ ഫുൾ ഓപ്ഷൻ വണ്ടിയില്ല. പുത്തം പുതിയ ക്ലച്ച് ഇട്ടിട്ട് ഓടിയിട്ടില്ല. ബില്ല് അടക്കി വണ്ടിയിലുണ്ട്. ക്ലച്ച് ഇട്ട് വെച്ചിട്ടുള്ളൂ. അതാണ്. അലവീല് കാര്യങ്ങള് ടയർ ഫുള്ളാണ്. ബട്ടൺ സ്റ്റാർട്ട് ഉണ്ടാവും. ബട്ടൺ സ്റ്റാർട്ടിംഗ് ഉണ്ടാവും. ഫോൾഡിങ് കാര്യങ്ങള്, ബാക്ക് വൈപ്പർ, കമ്പനി അലവീല്, അങ്ങനത്തെ എല്ലാ ഓപ്ഷനുകളും എല്ലാം വണ്ടിയില്ല. എടുക്കുന്നവർക്ക് വേറെ എക്സ്ട്രാ പണികളൊന്നും ഇല്ല. നല്ല മൈലേജ് ആയിക്കാരം. 3 സിലിണ്ടർ വണ്ടിയാണ്. അതാണ്. ഓ ഡോർ തുറന്ന കത്തിലായിട്ടില്ലേ. അടിപൊളി സീറ്റ് കാര്യങ്ങള് എല്ലാം കൂടെ ഷെയറല്ലേ. എസി പവർ സ്റ്റാറിങ്, ഫോട്ടോർ, വിൻഡോ കാര്യങ്ങള്. നമുക്ക് 280 കൊടുക്കാം കേട്ടോ. 2,80,000 i10 ഗ്രാൻഡ് ആസ്റ്റ കൊടുക്കുക. ഫുൾ ഓപ്ഷൻ വണ്ടിയില്ലേ. 3 ഓണർഷിപ്പ് ആണ്. 130 കിലോമീറ്റർ ആണ് കേട്ടോ. നിലവിൽ ഓടിക്കുന്നുണ്ട്. എത്ര ആയിക്കൊണ്ടാണ്? 130 കിലോമീറ്റർ. മൂന്നാമത്തെ ഓണർഷിപ്പ്. 280 റേറ്റ്. 280 ചോദിക്കണ്ടേ. അതിന് കുറച്ച് കൊടുക്കും. ₹2 ലോണും കൊടുക്കാം. കയറും. വെറും 19,000 മുടക്കിൽ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റും. അതും കിടില വണ്ടിയില്ലേ. ഫുൾ ബ്ലാക്ക് ആണ്. ഇന്ന് അതേമാർക്ക് തന്നെ കിട്ടാണല്ലോ. കിഡ് 2017 മോഡൽ ഓട്ടോമാറ്റിക് ആണ്. 1000 cc. 17 മോഡൽ ഓട്ടോമാറ്റിക്. 1000 cc 260 കൊടുക്കട്ടോ. 260 കൊടുക്കാം. മാനുവലിന്റെ വില ചോദിക്കുന്നത്. ഓട്ടോമാറ്റിക് കൊടുക്കും. ഓട്ടോമാറ്റിക് കൊടുക്കും. മാനുവലിന്റെ വില ഓട്ടോമാറ്റിക്. മുമ്പ് ടയർ പുത്തനാണ്. അതെ, കട്ടുപുത്തൻ ടയർ ഫ്രണ്ടിലുണ്ട്. ബാക്ക് അത്യാവശ്യം ടയർ ഉണ്ടല്ലോ അല്ലേ. ഒരു 16-17 മൈലേജും കിട്ടുന്ന വണ്ടിയാണ്. ഓട്ടോമാറ്റിക്കിനല്ലേ. ഗീറും മാറണ്ട. ചോട്ടെടുത്ത് ഇങ്ങനെ പോയാൽ മതി. അതെ, നോബ വരാം. അതാണ്. നമ്മളെ ഈ സൗണ്ട് ഒട്ടും കുറക്കണ്ട മതി അല്ലേ. എത്ര ഓടികളെന്നാല്? ഇത് 88,000 കിലോമീറ്റർ. മൂന്നാമത്തെ ഓണർഷിപ്പ് ആട്ടോ നിലവിലുള്ള അല്ലേ. അത് ഓട്ടോമാറ്റിക് കിട്ടാണ്. അതെ. റീപ്ലേസ് ഉണ്ടോ? ഇല്ല, മേജർ ഒന്നുമില്ല. ഒരു പരിപാടില്ല. അത് നമ്മൾ ധൈര്യമായിട്ട് പറഞ്ഞിട്ടാണ് കൊടുക്കുമല്ലോ അല്ലേ. എന്നാ അങ്ങനൊക്കെ ആണെങ്കിൽ എത്ര നമ്മൾ കിട്ടുന്ന ചോദിക്കുന്നത്? 260. 260 ചോദിക്കുന്നുണ്ട്. ഫുൾ ഓൺ കൊടുക്കാം. ഫുൾ ഓൺ. പൈസ മുടക്കും വേണ്ട. അത് ഓട്ടോമാറ്റിക് ഉണ്ട്. ആൾക്കാർ പറ്റല്ലേ. അതേമാർക്ക് ഇയോണാണല്ലോ. 2017-18 വണ്ടിയാണ്. നമുക്ക് ഫുൾ ഓൺ 2 ലക്ഷത്തിന് കൊടുക്കാം കേട്ടോ. ഇത് ഫുള്ളാണ്. ഫുൾ ഓൺ. ഓ 16 മോഡൽ 17 രജിസ്ട്രേഷൻ. 17 മോഡൽ 18 രജിസ്ട്രേഷൻ. അങ്ങനെ വരുന്നില്ലേ. അടിപൊളി ഇയോണല്ലേ. ഇത് ഓപ്ഷൻ വരുന്നത് പ്ലസ് 3 ഓണർഷിപ്പ് കേട്ടോ. നിലവിലുള്ള ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ. ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഗ്ലാസ് മെയിൻ ഗ്ലാസ് മാറിക്കണം. വേറെ മേജർ കാര്യങ്ങളെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി ലെതറിന്റെ കവറൊക്കെ ചെയ്തോണ്ട് നല്ല വൃത്തിയിലുണ്ടല്ലേ. എടുക്കുന്നവർക്ക് വേറെ പണികളൊന്നും ഇല്ല. 2 ലക്ഷം ചോദിക്കണേ. നമുക്ക് ഫുൾ ഓൺ കൊടുക്കാം. എന്തെങ്കിലും കുറച്ചും കൊടുക്കാം കേട്ടോ. 2 ലക്ഷത്തിന് ഫുൾ ഓൺ ആണ്. കുറച്ചും കൊടുക്കും. ഇനി കുറച്ച് കൊടുക്കാം. അത് അങ്ങനെ കൊടുക്കണോ? 17 രജിസ്ട്രേഷൻ അല്ലേ. 2 ലക്ഷം വില. 2 ലക്ഷം. അതിൽ കുറച്ചും കൊടുക്കും. ഫുൾ ഓൺ ആണ്. പൈസ മുടക്കും വേണ്ട. വേറെ മേജർ കാര്യങ്ങളൊന്നും ചെയ്യല്ലോ. ഒന്നുമില്ല. ഒരു പരിപാടി. ഏത് വണ്ടിയാണെങ്കിൽ ഓൾക്ക് വിശ്വാസമായിട്ട് ആളെ ചെക്ക് ചെയ്ത് നോക്കി എടുത്താൽ മതി. അത് നമ്മള് കാര്യം. അതേമാതിരി ബീറ്റ് ആണല്ലോ. ബീറ്റ് 2012 മോഡൽ ബീറ്റ് ആണ്. നമുക്ക് 110 കൊടുക്കാം കേട്ടോ. 12 മോഡൽ ബീറ്റില് ഡീസലാണ്. ഡീസൽ വണ്ടിയാണ്. 110 കൊടുക്കാം. 110. ഇത് ഓട്ടം പറയാൻ പറ്റുമോ? കിലോമീറ്റർ എന്നത് 1 മേലെ ഉണ്ടാവും അല്ലെ. 98,000 കിലോമീറ്റർ. മൂന്നാമത്തെ ഓണർഷിപ്പ് കേട്ടോ. നിലവിലുള്ള LS ആണ് വേരിയന്റ് വരുന്നത്. ഓക്കെ. എന്നാ റീപ്ലേസ് ഉണ്ടോ? ഇല്ല ഇല്ല, അങ്ങനത്തെ ഒരു വിഷയമില്ല. അത് നമ്മൾ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം അല്ലേ. ഡീസൽ ആയതുകൊണ്ട് പെരും മൈലേജ് ആക്കാനോ. 20 മേലെ മൈലേജ് എന്തായാലും കിട്ടുമല്ലോ അല്ലേ. അടിപൊളി വീട്ടില്ലേ. ചെറിയ ഫാമിലിക്ക് അടിച്ചു പിന്നി പോകാം. അതാണ്. എത്ര? 110. 110 ചോദിക്കുന്നുണ്ട്. അതിൽ വേണമെങ്കിൽ കുറക്കുവോ? റെഡി കായ്ക്ക് വണ്ടി ഇറക്കാം. 20 മേലെ ഡീസലിന് മൈലേജും കിട്ടൂല. അതേ മാർഗം ഡാക്സിന്റെ റെഡിക്കാണല്ലോ. ഇത് 2019 മോഡൽ 20 രജിസ്ട്രേഷൻ വണ്ടി കേട്ടോ. 19-20 രജിസ്ട്രേഷനിലെ ഡാക്സിന്റെ റെഡിക്കാണില്ല. KL 39 അല്ലേ. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. മെക്കാനിക്കൽ പക്ക പെർഫെക്റ്റ് ആട്ടോ. എല്ലാം കൊണ്ട് ഷെയർ അല്ലേ. ഒരു പേടി പിടിച്ചിട്ടുണ്ട്. 2 ഓണർഷിപ്പ്. 62,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. 62,000 ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പില്ലേ. നല്ല വൃത്തിയുള്ള വണ്ടി. അപ്പൊ ഇസ്റ്റർ എന്തായാലും ഉണ്ടാവുമല്ലോ അല്ലേ. അതെ. ഫുൾ ഓൺ കൊടുക്കാം. 210 കൊടുക്കാം കേട്ടോ. ഇത് ഫുൾ ഓൺ. ഫുൾ ഓൺ. ഓ എടുക്കുന്ന വണ്ടി മുഴുവൻ ഫുൾ ഓണല്ലേ. അടിപൊളി സീറ്റ് കാര്യങ്ങള്. ഇന്ത്യയിലൊക്കെ ഉഷാറാണല്ലേ. സർവീസ് കാര്യങ്ങളൊക്കെ കണ്ടത് കമ്പനി ഉണ്ടാവൂലേ. നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല. വരുന്നവർക്ക് ചെക്ക് ചെയ്യാലേ. അതാണ്. ഒരു 16-17 മൈലേജും കിട്ടും കേട്ടോ. പെട്രോളിന് മൈലേജും കിട്ടുമല്ലേ. ഹൈറ്റും ഉണ്ടാവും. മുമ്പൊക്കെ കണ്ടിങ്ങനെ പോവുകയും ചെയ്യാലേ. 210 വയ്ക്കുന്നുണ്ടല്ലേ. ഫുൾ ഓൺ ആണ്. പൈസ മുടക്കും വേണ്ട.
അതേ പറഞ്ഞ വീണ്ടും ഇയോണാണല്ലോ 2013 നമുക്ക് 1.60 കൊടുക്കാം. 13 മോഡൽ ഇയോണ് 1,60,60,000 രൂപ കൊടുക്കാം. സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് കേട്ടോ. സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ. ഇതേത് ഓപ്ഷൻ വരുന്നാല് ഇറാ പ്ലസ് വരുന്നല്ലേ. നല്ല വൃത്തിയുള്ള 85 ഓടിയിട്ടുണ്ട്. 85. റീപ്ലേസ് വന്നില്ലല്ലോ. ഇല്ല മേജർ ഒന്നുമില്ല കേട്ടോ. അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ല. മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. അതിന്റെ ബോണ്ട് ഒന്നും മാറിയിട്ടുള്ളൂ. ഇതൊക്കെ നമ്മൾ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. അത്രയും ഗ്യാരണ്ടി കൊടുക്കുമല്ലോ വണ്ടി. എത്രയാണ് 1.60 ചോദ്യമാണ്. ഇതിന് കുറച്ച് കൊടുക്കാം. 1,60,60,000 രൂപയ്ക്ക് ഇയോൺ കൊടുക്കാല്ലേ. 1 ലക്ഷം ലോൺ കൊടുക്കാം. ലോൺ കയറും. വെറും 15,000 മുടക്കിൽ ഇയോണുകൾ ഇറക്കാം. ചെറുവണ്ടികൾ കണ്ടമാനം സ്റ്റോക്ക് അറിയുമല്ലേ. കുറഞ്ഞ വണ്ടി വരാനുണ്ടല്ലോ അല്ലേ. അപ്പൊ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ചെറിയ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളൊക്കെ സ്ക്രീനിലുണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ നമ്മളൊക്കെ പറഞ്ഞാൽ അടിപൊളി വീഡിയോ വീണ്ടും കാണാം.